ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ മെമ്മറബിൾ ടൈം എന്ന് പറയുന്നത് അവരുടെ സ്കൂൾ ടൈമാണ് അല്ലേ? ആ ടൈമിൽ ഉണ്ടായിട്ടുള്ള ട്രോമാസ്, ആ ടൈമിൽ നമുക്ക് ഉണ്ടായിട്ടുള്ളത് വിഷമങ്ങൾ, അതൊക്കെ ലൈഫ് ലോങ് നമ്മളെ ഹോണ്ട് ചെയ്യുമെന്നാണ് സയൻറ്റിസ്റ്റുകൾ പോലും പറഞ്ഞിട്ടുള്ളത്. അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സമയത്ത് കിട്ടുന്ന എന്ത് കാര്യവും നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ട് കിടക്കും. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ടീച്ചേഴ്സിനെ പറ്റിയൊക്കെ പറയുമ്പോൾ എന്താ പറയുക, എല്ലാവരും ഒന്നും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല അല്ലേ? ടീച്ചേഴ്സിനെ പറ്റി പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ അവർ ഓക്കെയാണ്. പക്ഷെ അല്ലാതെയുള്ള ചില ട്രോമ തന്നിട്ടുള്ള ടീച്ചേഴ്സ് ഇല്ലേ എല്ലാവരുടെയും ലൈഫിൽ? എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നു, നിങ്ങളുടെ ലൈഫിലും ഉണ്ടാവില്ലേ? എനിക്കൊരു ടീച്ചറുണ്ട്, ഞാൻ പേര് പറയുന്നില്ല, എങ്ങാനും കണ്ടാലോ, നമ്മളെ പഠിപ്പിച്ച ആളല്ലേ. അപ്പോൾ അവർക്ക് ഇഷ്ടമില്ല നമ്മൾ കണ്ണെഴുതുന്നതും പൊട്ട് തൊടുന്നതും ഒരുങ്ങി വരുന്നതും ഒന്നും അവർക്ക് ഇഷ്ടമല്ല. അവരുടെ ഒരു കൺസെപ്റ്റിൽ ഇങ്ങനെയൊക്കെ ഒരുങ്ങി വരുന്നത് ആരെയോ കാണിക്കാൻ വേണ്ടിയാണെന്നാണ്. അത് എന്തൊരു ഫ്രസ്ട്രേഷൻ ആണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ വീട്ടിലുള്ള എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ വന്ന് കുട്ടികളോട് തീർക്കുന്നതായിരിക്കും. നമ്മൾ നന്നായിട്ട് ഒന്ന് ഒരുങ്ങി വന്നാൽ അവർക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പോൾ അവർ പറയും ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോക്കോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞ് നമ്മളെ വഴക്ക് പറയും. അവർ കാരണങ്ങൾ ഉണ്ടാക്കി നമ്മളെ അന്നത്തെ ദിവസം തല്ലും. അപ്പോൾ എനിക്ക് പിന്നെ ഈ ടീച്ചറിനെ കാണുന്നതേ ഇഷ്ടമില്ലാതെയായി. സ്വാഭാവികമായിട്ട് ആ ടീച്ചറിനോടുള്ള വെറുപ്പ് അവർ പഠിപ്പിക്കുന്ന വിഷയത്തിനോടായി. ആ വിഷയം കാണുന്നത് എനിക്ക് ഇഷ്ടമല്ലാതെയായി. ആ വിഷയം ഞാൻ പഠിക്കാതെയായി. അതിന് ഞാൻ വീക്കായി. അത് സ്വാഭാവികമാണ്. ചില ടീച്ചേഴ്സ് കുട്ടികൾക്ക് തരുന്ന ട്രോമയാണത്. ഇവരെന്നെ ടാർജറ്റ് ചെയ്ത് ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര മാനസികമായിട്ട് സ്കൂളിൽ പോകുന്ന ഇഷ്ടമില്ല, ആ ക്ലാസ്സിലിരിക്കുന്ന ഇഷ്ടമില്ല. അതൊരു വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകാൻ തുടങ്ങി. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.